ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അച്ഛനും അമ്മയും ഞാനും കൂടെ രാവിലെ നേരത്തെ നമ്മുടെ പരിയാനംപറ്റ അമ്മയുടെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പൂരം കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റന്നാളാണ് പരിയാനംപറ്റ ക്ഷേത്രത്തിലെ പൂരം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷമാണ്. അപ്പോൾ ഇന്ന് ചെറിയ ആറാട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛനും അമ്മയും ഞാനും കൂടെ തൊഴാൻ പോയി. അവിടെ കാണുന്ന കുഞ്ഞു ക്ഷേത്രമില്ലേ, അത് കാലഭൈരവൻ്റെ പ്രതിഷ്ഠയുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ കാലഭൈരവ സ്വാമിക്ക് ഒരു കുഞ്ഞു ക്ഷേത്രമൊക്കെ പണിതിട്ട് അങ്ങനെ എത്ര കണ്ടാലും വന്നാലും തൊഴുതാലും ഒന്നും മതി വരാത്ത ഒരു ക്ഷേത്ര സന്നിധിയാണ് എനിക്കിവിടെ, എൻ്റെ പരിയാനംപറ്റ അമ്മയുടെ തിരുസന്നിധി. അപ്പോൾ ഇവിടെ വന്നു, ഇതാ കൊടിയൊക്കെ കണ്ടു തൊഴുതു. തൊഴാൻ വരുന്ന മക്കൾക്ക് അമ്മ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടേ വിടുള്ളൂ. അന്നപൂർണേശ്വരിയായ പരിയാനംപറ്റ അമ്മ വയറ് നിറച്ചും ഭക്ഷണം തന്നിട്ടേ വിട്ടുള്ളൂ കേട്ടോ. കഞ്ഞിയും പുഴുക്കുമായിരുന്നു രാവിലെ. പൂരക്കാലത്ത് എന്നും രാവിലെ ഇങ്ങനെ കഞ്ഞിയും പുഴുക്കുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഞ്ഞിയും പുഴുക്കുമൊക്കെ കഴിക്കുന്നത്. എന്തായാലും അതൊക്കെ കഴിച്ചു. ഇവിടെ പൂരത്തിന് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജെയിൻ്റ് വീലും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ആൾക്കാർ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് അതിൽ. വൈകുന്നേരങ്ങളിലും പിന്നെ പൂരത്തിനൊക്കെ അത് ഫുൾ സ്വിങ്ങിലാവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വരുന്ന വഴിക്ക് കുറച്ച് പൊരിയും മുറുക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പൊരിയിൽ നമ്മുടെ പൊട്ടുകടലയൊക്കെ മിക്സ് ചെയ്തിട്ട്, പൂരക്കാലല്ലേ, അപ്പോൾ പൂരത്തിന് തൊഴാൻ പോകുമ്പോൾ പൂരത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ വേണം എന്നുള്ളത് എൻ്റെ ഒരു കുഞ്ഞു നിർബന്ധം കേട്ടോ. അപ്പോൾ പൊരി മുറുക്കും വാങ്ങിയിട്ടുണ്ട്. മംഗലാംകുന്ന് മുറുക്ക് ഇവിടെ ഫേമസ് ആണ്. ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് മംഗലാംകുന്ന്. അവിടെ കുറച്ച് കുടുംബങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അവരിങ്ങനെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ അതല്ല കേട്ടോ, എനിക്ക് സാധാരണ അരി മുറുക്കാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് മംഗലാംകുന്ന് മുറുക്ക വലിയ ഇഷ്ടമാണ്. അത് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ.